أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഖൈബർ യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഖൈബറിലെ മറ്റൊരു കോട്ട ജയിച്ചടക്കിയെ സംബന്ധിച്ച് പറയുന്നതാണ്. ഈ രണ്ടാമത്തെ കോട്ട സഅദ് ബിൻ മുആസ് കോട്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കോട്ടയിൽ മറ്റ് എല്ലാ കോട്ടകളെയും അപേക്ഷിച്ച് കൂടുതൽ ഭക്ഷണവും നാൽക്കാലികളും സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇതിൽ 500 യുദ്ധസജ്ജരായ ആളുകളും താമസിച്ചിരുന്നു. ഹദ്രത്ത് കഅബ് ബിൻ ഉമർ നിവേദനം ചെയ്യുന്നു, അവർ 3 ദിവസത്തോളം സഅദ് ബിൻ മുആസ് കോട്ട ഉപരോധിച്ചു. ഇത് വളരെ സുഭദ്രമായ കോട്ടയായിരുന്നു. ഹസ്രത്ത് മുഅത്തബ് ബിൻ അസ്ലമി നിവേദനം ചെയ്യുന്നു, ബനു അസ്ലമിന് ഖൈബറിൽ വളരെ കഠിനമായ പട്ടിണി അഭിമുഖീകരിക്കേണ്ടി വന്നു. ബനു അസ്ലം ഹസ്രത്ത് അസ്മാ ബിൻ ഹാരിസയെ തിരുനബിയുടെ അടുക്കലേക്ക് അയക്കുന്ന കാര്യത്തിൽ യോജിപ്പിലെത്തി. ബനു അസ്ലം ഹസ്രത്ത് അസ്മാ ബിൻ ഹാരിസയോട് പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഞങ്ങളുടെ സലാം അറിയിച്ചുകൊണ്ട് നമ്മളെ പട്ടിണിയും നിസ്സഹാവസ്ഥയും പിടികൂടിയിരിക്കുന്നു എന്നും വളരെ മോശമായ അവസ്ഥയാണെന്നും പറയണം. ഹസ്രത്ത് അസ്മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ ബനു അസ്ലമിന്റെ സലാം എത്തിച്ച ശേഷം പറഞ്ഞു, ഞങ്ങളെ പട്ടിണിയും നിസ്സഹാവസ്ഥയും വളരെ പ്രയാസത്തിലാക്കിയിരിക്കുന്നു. അങ്ങ് അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താലും. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്തു. തുടർന്ന് പറഞ്ഞു, എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണോ ഉള്ളത് അവനാണ് സത്യം. നിങ്ങൾക്ക് എന്തെങ്കിലും ശക്തി പകരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ പക്കൽ ഭക്ഷണത്തിനും ഒന്നുമില്ല. ഈ സമയത്ത് പട്ടിണി കൊണ്ട് അസ്വസ്ഥരാകുന്നവരുടെ അവസ്ഥ എനിക്ക് നല്ലപോലെ അറിയാം. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്തു, അള്ളാഹുവേ, ഭക്ഷണവും കൊഴുപ്പും നിറഞ്ഞിരിക്കുന്ന ഈ കോട്ട അവർക്ക് വേണ്ടി കീഴ്പ്പെടുത്താൻ കഴിയണമേ. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക യുദ്ധത്തിനു വേണ്ടി ഖുബ്ബാബ് ബിൻ മുൻസറിനെ ഏൽപ്പിച്ചു. അതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, യഹൂദികളിൽ നിന്ന് ഒരാൾ നേർക്കുനേരെ ദ്വന്ദ്വയുദ്ധത്തിനു വേണ്ടി പുറത്തേക്ക് വന്ന് വെല്ലുവിളിക്കുകയുണ്ടായി. യശൂഅ എന്നായിരുന്നു അയാളുടെ പേര്. ഉടൻ തന്നെ അയാളെ നേരിടാൻ ഖുബ്ബാബ് ബിൻ മുൻസർ വന്നു. അവർ പോരടിക്കുകയും അങ്ങനെ ഹദ്രത്ത് ഖുബ്ബാബ് അയാളെ വധിക്കുകയും ചെയ്തു. പിന്നെ സിയാൽ എന്നു പേരുള്ള യഹൂദി ദ്വന്ദ്വയുദ്ധത്തിന് വിളിച്ചുകൊണ്ടുവന്നു. അയാളെ നേരിടാൻ ഹദ്രത്ത് അമ്മാർ ബിൻ ഉഖ്ബ ഗഫാരി വരികയും മുന്നോട്ട് ഗമിച്ച് യഹൂദിയുടെ തലയിൽ വളരെ ശക്തമായി മുറിവേൽപ്പിക്കുകയും അങ്ങനെ അയാളുടെ തല പൊട്ടിപ്പോവുകയും ചെയ്തു. ഹദ്രത്ത് അമ്മാർ ബിൻ ഗഫാരി പറഞ്ഞു, ഞാൻ കാഫിരീങ്ങളുടെ യുവാവാകുന്നു. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അദ്ദേഹത്തിന് ജിഹാദ് വൃഥാവിലായിപ്പോയി. അതായത് അദ്ദേഹം ആ സമയത്ത് താൻ ഗഫാരിയാകുന്നു എന്ന തൻ്റെ സമുദായത്തിൻ്റെ മുദ്രാവാക്യം, അതല്ലെങ്കിൽ തൻ്റെ സമുദായപരമായ മുദ്രാവാക്യം വളരെ അഭിമാനത്തോടെ വിളിച്ചു പറയുകയാണ്. സഹാബാക്കൾ പറഞ്ഞു, ഇത് ഉചിതമായ കാര്യമല്ല, നിങ്ങൾ സ്വന്തം മഹത്വം വിളിച്ചു പറയുകയാണ്. ഈ കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ പ്രശ്നമൊന്നുമില്ല, അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടുന്നതാണ്, മാത്രമല്ല അഭിനന്ദിക്കപ്പെടുന്നതുമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ പറയുന്നതിൽ ഒന്നുമില്ല. ഹസ്രത്ത് മുഹമ്മദ് ബിൻ മസ്ലമ വിവരിക്കുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉന്നവും പിഴയ്ക്കുന്നുണ്ടായിരുന്നില്ല.
എന്നെ ആ മഹാത്മാവ് നോക്കി പുഞ്ചിരിച്ചു. ഹസ്രത്ത് ഹുബ്ബാബ് ബിൻ മുൻസർ തന്റെ പടയാളികളോടൊപ്പം കോട്ടയ്ക്കകത്ത് പ്രവേശിക്കുകയും ശക്തമായി യുദ്ധം ചെയ്ത് അത് പിടിച്ചെടുക്കുകയും ചെയ്തു. എല്ലാ ആയുധങ്ങളും ധാന്യങ്ങളും കൈക്കലാക്കുകയും ചെയ്തു. കോട്ടയെ പ്രതിരോധിച്ചു കൊണ്ടിരുന്ന ഒരുപാട് യഹൂദികൾ കൊല്ലപ്പെടുകയും നിരവധി യഹൂദികൾ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. പട്ടിണി കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ദുആ ചെയ്യാൻ അപേക്ഷിച്ചു വന്ന ഹസ്രത്ത് മോത്തബ് ബിൻ അസ്ലമ പറയുന്നു, ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും അള്ളാഹു സാദ് ബിൻ മുആസ് എന്ന കോട്ടയെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരുന്നു. അതായത് ഞങ്ങളുടെ പട്ടിണിയെയും പരിവട്ടത്തെയും പറ്റി ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് തിരിച്ചു വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടയിൽ യുദ്ധം ആരംഭിക്കുകയും വിജയം നൽകുകയുമുണ്ടായി. ഹസ്രത്ത് ജാബിർ നിവേദനം ചെയ്യുന്നു, സാദ് എന്ന കോട്ടയിൽ നിന്ന് എത്രമാത്രം ഭക്ഷണവും സാധനങ്ങളും കിട്ടിയെന്നാൽ മറ്റൊരു കോട്ടയിൽ നിന്നും അത്രത്തോളം കിട്ടിയിട്ടില്ല. അതിൽ നിന്ന് ഒരുപാട് ബാർലിയും ഈന്തപ്പഴവും നെയ്യും തേനും എണ്ണയും കൊഴുപ്പും ലഭിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളംബരക്കാരൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സ്വയവും തിന്നുക, നിങ്ങളുടെ നാൽക്കാലികളെയും തീറ്റുക, ഒന്നും എടുത്തുകൊണ്ടു പോകരുത്. നിങ്ങൾ എന്ത് ഭക്ഷിക്കുകയാണെങ്കിലും അവിടെ ഇരുന്ന് കഴിച്ചുകൊള്ളുക. ഇനി മൂന്നാമത്തെ കോട്ടയെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. ഇത് സുബൈർ ബിൻ അവാം കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കോട്ടയുടെ യഥാർത്ഥ പേര് കില്ല എന്നായിരുന്നു. പിന്നീട് ഇത് സുബൈർ ബിൻ അവാമിന്റെ പങ്കിൽ വരികയും അതുകൊണ്ട് ഈ കോട്ട സുബൈർ ബിൻ അവാം എന്ന പേരിൽ പ്രസിദ്ധമാവുകയും ചെയ്തു. യഹൂദികൾ നായിം, സാദ് ബിൻ മുആസ് എന്നീ കോട്ടകളിൽ നിന്ന് സുബൈർ ബിൻ അവാം കോട്ടയിലേക്ക് ഓടുകയുണ്ടായി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയും ഉപരോധിക്കുകയുണ്ടായി. ഈ കോട്ട മലയുടെ മുകളിലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസത്തോളം ഈ കോട്ടയെ ഉപരോധിച്ചു. അസാൽ എന്നു പേരുള്ള ഒരു യഹൂദി വന്ന് പറഞ്ഞു, അല്ലയോ അബുൽ ഖാസിം, ഇങ്ങനെയാണ് അമുസ്ലിങ്ങളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. താങ്കൾ എനിക്ക് അഭയം നൽകുകയാണെങ്കിൽ ഞാൻ താങ്കൾക്ക് ഒരു കാര്യം പറഞ്ഞു തരുന്നതാണ്. അത് മുഖേന താങ്കൾക്ക് നെത്താക്കാരിൽ നിന്ന് സ്വസ്ഥത ലഭിക്കുന്നതാണ്. അതായത് ഈ കോട്ടയ്ക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നതും താങ്കൾക്ക് ശിക്കുകാരുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നതുമാണ്. അവർ താങ്കളോടുള്ള ഭയം കാരണം തന്നെ നശിപ്പിക്കപ്പെടുന്നതാണ്. അതിനുശേഷം അടുത്ത കോട്ടയിലേക്ക് പോകാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കുടുംബത്തിനും സമ്പത്തിനും സംരക്ഷണം നൽകാമെന്ന് ഏൽക്കുകയുണ്ടായി. അയാൾ പറഞ്ഞു, താങ്കൾ ഇങ്ങനെ 1 മാസം വരെ ഉപരോധം ചെയ്യുകയാണെങ്കിൽ പോലും അവരതിനെ ഗൗനിക്കുന്നതല്ല. അവരുടെ ഭൂമിക്കടിയിലൂടെ തുരങ്കമുണ്ട്. അവർ രാത്രി അതിലൂടെ പോയി വെള്ളം കൊണ്ടുവരികയും പിന്നെ തങ്ങളുടെ കോട്ടകളിലേക്ക് പോവുകയും താങ്കളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. താങ്കൾ അവരുടെ വെള്ളത്തിനുള്ള വഴി മുടക്കുകയാണെങ്കിൽ അവർ താങ്കളുടെ മുന്നിൽ ആയുധം വയ്ക്കാൻ നിർബന്ധിതരാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കൂടെ പോയി യഹൂദികളുടെ തുരങ്കത്തിന്റെ വഴി അടച്ചു. അങ്ങനെ അവരുടെ വെള്ളത്തിനുള്ള വഴി അടഞ്ഞു. അപ്പോൾ അവർ പുറത്തേക്ക് വന്നു. പിന്നെ ശക്തമായ യുദ്ധം ആരംഭിച്ചു. ആ ദിവസം മുസ്ലിങ്ങളിൽ ചില സഹാബാക്കളും ഷഹീദാവുകയുണ്ടായി. യഹൂദികളുടെ 10 പേരും കൊല്ലപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിജയം ലഭിക്കുകയും ചെയ്തു. ഇത് നെത്തായിലുള്ള അവസാനത്തെ കോട്ടയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെത്തായിൽ നിന്ന് വിരമിച്ച ശേഷം ഷിഖിലെ കോട്ടകളിലേക്ക് തിരിഞ്ഞു. ഇത് കോട്ടകളുടെ 3ാമത്തെ ശൃംഖലയാണ്. ഇതേപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ യഹൂദികളുടെ നേതാവ് സലാം ബിൻ മിഷ്കം കൊല്ലപ്പെട്ട സംഭവം കാണുന്നുണ്ട്. നെത്താ കോട്ടകളുടെ യുദ്ധത്തിൽ സലാം ബിൻ മിഷ്കം മുസ്ലിങ്ങളുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടു. സലാം ബനു നദീറിന്റെ തലവനും യഹൂദികളുടെ നേതാവുമായിരുന്നു. പക്ഷേ അയാൾ രോഗിയായിരുന്നു. അതുകൊണ്ട് അയാൾ മറ്റ് യഹൂദി നേതാക്കളെ പോലെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല. അതായത് വാളും അമ്പും വില്ലുമായി യുദ്ധത്തിന്റെ ഭാഗമായില്ല. അയാളുടെ കൂട്ടുകാർ അയാളുടെ കത്തീബിയ എന്ന പ്രദേശത്തേക്ക് പോവുകയാണെങ്കിൽ അത് കൂടുതൽ സുരക്ഷിതമായിരിക്കുമെന്ന് പറയുകയുണ്ടായി. എന്നാൽ സലാം ബിൻ മിഷ്കം സ്ഥായിയായ രോഗിയായിരുന്നിട്ട് കൂടി ഈ അഭിപ്രായം സ്വീകരിച്ചില്ല. അങ്ങനെ അയാൾ നത്തായിൽ വെച്ച് തന്നെ മുസ്ലിങ്ങളുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടു. അയാൾ രോഗിയായിരുന്നുവെന്നും കർമ്മപരമായി അയാൾ യുദ്ധത്തിൽ ഭാഗവാക്കായിട്ടില്ല എന്നതുമൊക്കെ ശരിയാണെങ്കിൽ പോലും അയാൾ വധിക്കപ്പെട്ടത് ഒരു നിലയ്ക്കും തന്നെ ആക്ഷേപാർഹമല്ല. കാരണം അയാളാണ് തന്റെ സൈന്യത്തെ യുദ്ധത്തിന് അയക്കുന്നതിന് തയ്യാറാക്കിയത്.
അയാളുടെ പൊതു നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഈ യുദ്ധത്തിന് ചുറ്റുപാടിൽ അയാളും ശത്രുക്കളുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഏതോ സഹാബി അയാളെ കൊല്ലുകയുണ്ടായി. കാരണം സൈന്യാധിപന് വളരെ പ്രാധാന്യമുണ്ട്. സൈന്യാധിപൻ കൊല്ലപ്പെടുമ്പോൾ സൈന്യത്തിന്റെ വീര്യം ചോർന്നു പോകുന്നു. അങ്ങനെ ഈ അടിസ്ഥാനത്തിൽ അയാൾ കൊല്ലപ്പെട്ടത് ഒരിക്കലും തന്നെ ആക്ഷേപാർഹമല്ല. സിക്കിലെ കോട്ടകളുടെ ഉപരോധം, ഇതും 2-3 കോട്ടകളടങ്ങുന്ന ശൃംഖലയായിരുന്നു. അതിന്റെ വിജയത്തെപ്പറ്റി പറയുന്നു. ആദ്യത്തെ കോട്ട 2 കോട്ടകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആരംഭം കുറിച്ചത് അബി എന്ന കോട്ടയിൽ നിന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുന്നിൻ പുറത്ത് കയറി നിന്നു. അതിന്റെ പേര് സംവാൻ എന്നായിരുന്നു. അതിനു മുകളിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോട്ടക്കാരുമായി യുദ്ധം ആരംഭിച്ചു. തുടക്കത്തിൽ ഒരു യഹൂദി യുദ്ധത്തിനു വേണ്ടി വിളിച്ച് പുറത്തേക്ക് വന്നു. അയാളെ നേരിട്ടത് ഹബ്ബാബിൻ മുൻസിർ ആയിരുന്നു. രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടി. ഒരു വെട്ടിൽ തന്നെ അയാളുടെ വലതു ചുമൽ നെടുകെ പിളർത്തി. അയാളുടെ കയ്യിൽ നിന്ന് വാൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അയാൾ പരാജയം സമ്മതിച്ചുകൊണ്ട് കോട്ടയ്ക്കുള്ളിൽ തിരിഞ്ഞോടി. അദ്ദേഹം അയാളെ പിന്തുടരുകയും അയാളുടെ നട്ടെല്ലിന്റെ അടിഭാഗം പൊട്ടിക്കുകയും ചെയ്തു. അങ്ങനെ അയാളെ കൊലപ്പെടുത്തി. പിന്നെ മറ്റൊരാൾ യുദ്ധത്തിന് വെല്ലുവിളിച്ചു കൊണ്ടുവന്നു. മുസ്ലിങ്ങളിൽ നിന്ന് ജഹഷ് കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരാളാണ് മുന്നോട്ട് വന്നത്. പക്ഷെ അദ്ദേഹം ഷഹീദാവുകയുണ്ടായി. ആ യഹൂദി തന്റെ സ്ഥലത്ത് നിന്ന് തന്നെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഹസ്രത്ത് അബൂ ദുജാന അയാളെ നേരിടാൻ പുറപ്പെട്ടു. അദ്ദേഹം തന്റെ പടത്തൊപ്പിക്ക് മേൽ ചുവന്ന തുണി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ആ യഹൂദി വളരെ നെഞ്ചുവിരിച്ച് അഹങ്കാരത്തോടെയാണ് നടന്നിരുന്നത്. ഹസ്രത്ത് അബൂ ദുജാന വളരെ ത്വരിതഗതിയിൽ മുന്നോട്ട് ഗമിച്ച് അയാളെ വാളുകൊണ്ട് ആക്രമിക്കുകയും കാലുകളിൽ വെട്ടുകയും അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നെ ഹസ്രത്ത് അബൂ ദുജാന അയാളുടെ യുദ്ധസാധനങ്ങളും വാളും എടുത്തുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ ഹാജരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത സാധനങ്ങളെല്ലാം തന്നെ ഹസ്രത്ത് അബൂ ദുജാനയ്ക്ക് നൽകുകയുണ്ടായി. യഹൂദികൾ പരാജിതരായി. പിന്നെ അതിനുശേഷം ആരും ദ്വന്ദ്വയുദ്ധത്തിന് മുന്നോട്ട് വന്നില്ല. മുസ്ലിങ്ങൾ തക്ബീർ മുറക്കിക്കൊണ്ട് ശക്തമായ ആക്രമണം നടത്തുകയും കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് ഹസ്രത്ത് അബൂ ദുജാനയായിരുന്നു. മുസ്ലിങ്ങൾ ഈ കോട്ടയ്ക്കുള്ളിലെ എല്ലാ സാധനങ്ങളും, ആടുകളും ഭക്ഷണ സാധനങ്ങളും എടുക്കുകയുണ്ടായി. എല്ലാ യഹൂദികളും ഓടിപ്പോയി. അവർ മാനുകളെപ്പോലെ മതിലുകളിൽ ചാടിക്കടക്കുന്നുണ്ടായിരുന്നു. ഏതായാലും അവരെല്ലാവരും മറ്റൊരു കോട്ടയിലേക്ക് പോവുകയുണ്ടായി. വളരെ വേഗത്തിൽ അവർ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടൊപ്പം അവരുടെ അടുത്തേക്ക് നീങ്ങി യഹൂദികളുമായി യുദ്ധം ചെയ്തു. യഹൂദികൾ മുസ്ലിങ്ങൾക്ക് മേൽ ശക്തമായ അമ്പെയ്ത്തും ശിലാവർഷവും നടത്തി. യഹൂദികൾക്ക് മറുപടിയായി മുസ്ലിങ്ങളും അവർക്ക് മേൽ അതേപോലെ തന്നെ അമ്പെയ്യുകയുണ്ടായി. പക്ഷേ യഹൂദികളുടെ അമ്പുകൾ മുസ്ലിങ്ങൾക്ക് ഒരുപാട് നഷ്ടം വരുത്തുന്നുണ്ടായിരുന്നു. കാരണം യഹൂദികൾ കോട്ടകളിലെ മിനാരങ്ങൾക്ക് മുകളിൽ ഇരുന്നു കൊണ്ടാണ് അമ്പെയ്തിരുന്നത്. അതായത് മുകളിൽ നിന്ന് താഴേക്കായിരുന്നു ആക്രമണം നടത്തിയിരുന്നത്. മുസ്ലിങ്ങൾ കോട്ടയുടെ താഴെയാണ് താവളമൊരുക്കിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും മറ്റു മുസ്ലിങ്ങളോടൊപ്പം യഹൂദികൾക്ക് മേൽ അമ്പെയ്ത്ത് നടത്തിയിരുന്നു. മനസ്സിലാക്കാൻ കഴിയുന്നത് യഹൂദികളുടെ പ്രത്യേക ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സങ്കേതം തന്നെയായിരുന്നു എന്നാണ്. കാരണം അവിടേക്കാണ് കൂടുതൽ അമ്പുകൾ വന്ന് വീഴുന്നുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടൊപ്പം ഉണ്ടായിരുന്നു. ഒരമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിൽ പതിച്ചു. നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അമ്പ് കൊണ്ട് പരിക്കേൽക്കുകയും ചെയ്തു. അമ്പ് കൊണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം കീറുകയും ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പ് എടുത്തു മാറ്റി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഷ്ടി നിറയെ ചരലെടുത്തുകൊണ്ട് അത് കോട്ടക്കാർക്ക് നേരെ എറിഞ്ഞു. അപ്പോൾ അവരുടെ കോട്ട വിറകൊള്ളാൻ തുടങ്ങി. തുടർന്ന് മുസ്ലിങ്ങൾ യഹൂദികളെ പിടികൂടുകയും അങ്ങനെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി കത്തീബയിലെ 3 കോട്ടകളാണ്. ഈ 3 കോട്ടകളെയും മുസ്ലിങ്ങൾ ഉപരോധിച്ചു. ഇത് സംബന്ധിച്ച് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നത്ത, ഷെക്ക് കോട്ടകൾ പിടിച്ചടക്കിയപ്പോൾ യഹൂദികൾ കത്തീബിയയിലെ ബത്തീഹ്, സുലാലിം, കമൂസ് എന്നീ കോട്ടകളിലേക്ക് മാറുകയുണ്ടായി. കത്തീബിയ കോട്ടകളിൽ ഏറ്റവും വലിയ കോട്ട കാമൂസ് ആയിരുന്നു. അത് ഏറ്റവും
സുരക്ഷിതമായ കോട്ടയുമായിരുന്നു. യഹൂദികൾ ഈ 3 കോട്ടകളിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ തങ്ങളുടെ കോട്ടകളിൽ നിന്ന് താഴേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല. ആരും തന്നെ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വരികയുമുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 ദിവസത്തോളം ഈ കോട്ടകളെ ഉപരോധിക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കുമേൽ കവടപ്രയോഗം, അതായത് ആയുധങ്ങൾ മുഖേന ഉള്ളിലേക്ക് കല്ലെറിയാൻ തീരുമാനിച്ചു. അവസാനം യഹൂദികൾക്ക് തങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി രഞ്ജിപ്പിന് അഭ്യർത്ഥന നടത്തി. കിനാന ബിൻ അബൂ ഹക്കീക്ക് യഹൂദികളിലെ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്തേക്ക് താങ്കളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശവുമായി അയക്കുകയുണ്ടായി. അയാളുടെ പേര് ഷമാഹ് എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുത്തപ്പോൾ കിനാന ബിൻ അബൂ ഹക്കീക്ക് കോട്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി രഞ്ജിപ്പിനുള്ള ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ അയക്കുകയും സഹാബാക്കൾ അവരുടെ മുഴുവൻ സമ്പത്തും പിടിച്ചെടുക്കുകയും ചെയ്തു. അതായത് സഹാബാക്കൾ അവരുടെ എല്ലാ സമ്പത്തും കൈക്കലാക്കി. കോട്ടകൾക്കുള്ളിൽ നിന്ന് 100 പടച്ചട്ടകളും 400 വാളുകളും 1000 ശരങ്ങളും 500 അമ്പും വില്ലുകളും ആവനാഴി സഹിതം കിട്ടുകയുണ്ടായി. അമൂസ് കോട്ട പിടിച്ചെടുക്കിയെ സംബന്ധിച്ച് ചില വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. ഉദാഹരണമായി ഈ കോട്ട 20 ദിവസം വരെ ഉപരോധിച്ചു എന്നും അവസാനം ഹസ്രത്ത് അലിയുടെ കൈകളാൽ ഈ കോട്ട യഹൂദികളുമായുള്ള ശക്തമായ പോരാട്ടത്തിന് ശേഷം ജയിച്ചടക്കുകയുണ്ടായി എന്നും നബിചരിത്ര ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നു. ചില നബിചരിത്രകാരന്മാരും ഈ കോട്ടയെ പരാജയപ്പെടുത്തിയത് സംബന്ധിച്ച് നായിം കോട്ട പിടിച്ചടക്കിയതിനെ പറ്റി മറ്റെഴുത്തുകാർ വിവരിച്ച സംഭവങ്ങൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഏതായാലും ഈ കോട്ട ജയിച്ചടക്കുകയുണ്ടായി. പിന്നെ അവിടെയുള്ള യഹൂദികളുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. അതിന്റെ നിബന്ധനകൾ ഇപ്രകാരമാണ്: 1. യഹൂദികൾ എല്ലാ കോട്ടകളും കാലിയാക്കേണ്ടതാണ്. അവരുടെ എല്ലാ യുദ്ധസാമഗ്രികളും ആയുധങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ഇസ്ലാമിക സൈന്യം അത് മുഴുവൻ പിടിച്ചെടുക്കുന്നതാണ്. മുസ്ലിങ്ങൾ അവരുടെ സമ്പത്തിന് അംശം പറ്റുന്നതാണ്. അതായത് അവരുടെ ആയുധങ്ങൾ മുസ്ലിങ്ങളുടെ പക്കൽ ഏൽപ്പിക്കേണ്ടതാണ്. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സറണ്ടർ ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ നിബന്ധന ഇപ്രകാരമായിരുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളുടെ ജീവൻ സംരക്ഷിക്കുകയും അവരുടെ സ്ത്രീകളും കുട്ടികളെയും അടിമയാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി മാപ്പ് നൽകുന്നതുമാണ്. ഇതായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യഹൂദികളെ സംരക്ഷിക്കുന്നതാണ് അവരെ വധിക്കുന്നതല്ല. അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതുമായിരിക്കും. മൂന്നാമത്തെ നിബന്ധന: യഹൂദികൾ ഖൈബറിൽ നിന്ന് നാടുകടത്തപ്പെടുന്നതും അവർ ഷാമിലേക്ക് പോകേണ്ടതുമാണ്. 4. മുസ്ലിങ്ങൾ യഹൂദികൾക്ക് അവരുടെ യാത്രാവാഹനങ്ങളിൽ കൊണ്ടുപോകാൻ കഴിയുന്നത്രയും സാധനങ്ങൾ കൊണ്ടുപോകാൻ അനുമതി നൽകുന്നതാണ്. 5. യഹൂദികൾ തങ്ങളുടെ രഹസ്യമായ എല്ലാ ഖജനാവുകളെയും സമ്പത്തിനെയും സംബന്ധിച്ച് മുസ്ലിങ്ങൾക്ക് അറിയിപ്പ് നൽകേണ്ടതാണ്. വിജയികളെ ഏൽപ്പിക്കുകയും വേണം. 6. യഹൂദികൾ ഈ നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും സംഗതികൾ വെളിപ്പെടുത്താതെ ഒളിച്ചുവെക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ മേൽ യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. അതായത് മുസ്ലിങ്ങൾ എല്ലാ നിബന്ധനകളിൽ നിന്നും സ്വതന്ത്രരായി തീരുന്നതാണ്. യഹൂദികളുടെ എല്ലാ സമ്പത്തും മക്കളും മുസ്ലിങ്ങൾക്ക് അനുവദനീയമായി തീരുന്നതുമാണ്. ഖൈബറിലെ മുസ്ലിങ്ങളുടെ വിജയത്തിന് ശേഷം യഹൂദികൾ ഖൈബറിൽ താമസിച്ചതും യഹൂദികളുടെ വരുമാനത്തിന്റെ പകുതി നൽകുകയും ചെയ്തത് സംബന്ധിച്ചും പരാമർശമുണ്ട്. എഴുതുന്നു: കരാർ അനുസരിച്ച് യഹൂദികൾ ഷാമിലേക്ക് നാടുകടത്തപ്പെട്ടു. പക്ഷെ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്ന് അവർ കൃഷിപ്പണിയും മറ്റും ചെയ്യുന്നവരും അത് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരാണെന്നും അതുകൊണ്ട് അവർക്ക് ഖൈബറിൽ തന്നെ തങ്ങാൻ അനുമതി നൽകണമെന്നും അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഖൈബറിൽ തങ്ങാനും കൃഷിപ്പണി ചെയ്യാനും അനുവാദം നൽകി. പക്ഷേ അതിന് പ്രതിഫലമായി അവർക്ക് പകുതി ഫലങ്ങൾ എടുക്കാവുന്നതാണ്. വളരെ സൗമ്യഭാവനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പുലർത്തിയത്. സഹീഹ് ബുഖാരിയിൽ ഹദ്രത്ത് അബ്ദുള്ള നിവേദനം ചെയ്യുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യഹൂദികൾക്ക് കൃഷിപ്പണി ചെയ്യുന്നതിനും മറ്റും നൽകുകയുണ്ടായി. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പകുതി അവർക്ക് എടുക്കാവുന്നതാണ്.
ഖൈബറിൽ ഷഹീദായ സഹാബാക്കളുടെ എണ്ണം 17 ആയിരുന്നു. അവരുടെ പേര് ഇപ്രകാരമാണ്: ഹസ്രത്ത് റബിയ ബിൻ അക്സം, സഖഫ് ബിൻ അമർ, ഹസ്രത്ത് റിഫ ബിൻ മസ്റൂം, ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഉമയ്യ, ഹസ്രത്ത് മഹ്മൂദ് ബിൻ മസ്ലമ, ഹസ്രത്ത് അബൂ സിയാ ബിൻ നോമാൻ, ഹസ്രത്ത് ഹാരിസ് ബിൻ ഹാത്തിബ്, ഹസ്രത്ത് അദിയ ബിൻ മറ, ഹസ്രത്ത് ഔസ് ബിൻ ഹബീബ്, ഹസ്രത്ത് ഹനീഫ് ബിൻ അവായിൽ, ഹസ്രത്ത് മസൂദ് ബിൻ സയ്യിദ്, ഹസ്രത്ത് ബിഷർ ബിൻ ബറ, ഹസ്രത്ത് ഫസീൽ ബിൻ നോമാൻ, ഹസ്രത്ത് ആമിർ ബിൻ അക്കൂ, ഹസ്രത്ത് അമ്മാറ ബിൻ ഉഖ്ബ, ഹബ്ഷി അടിമയായ ഹസ്രത്ത് യസാർ. അഷ്ജ ഗോത്രത്തിലെ ഒരാളുടെ പേര് എഴുതിയിട്ടുമില്ല. യഹൂദികളിൽ 93 ആളുകൾ ഈ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു. അവരിലെ ചില നേതാക്കന്മാരുടെ പേരുകൾ ഇപ്രകാരമാണ്: ഹാരിസ്, അബൂ സൈനബ്, മർഹബ്, അസീർ, യാസിർ, ആമിർ, കിനാന, അബൂ ഹക്കീഖ്. ഖൈബറിലെ വിവിധ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളുമുണ്ട്. അതിലൊന്ന് കിനാന ബിൻ റബീഇന്റെ വധമാണ്. ചരിത്രത്തിലും തിരുനബി ചരിത്ര ഗ്രന്ഥങ്ങളിലും എഴുതിയിരിക്കുന്നു: ഖൈബർ വിജയത്തിന് ശേഷം യഹൂദികളുമായി ഉടമ്പടി ഉണ്ടാക്കിയപ്പോൾ അതിനുശേഷം ജനങ്ങൾ കിനാനയെയും അയാളുടെ സഹോദരൻ റബീനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുവന്നു. കിനാന ഖൈബറിന്റെ മുഴുവൻ തലവനും ഹദ്രത്ത് സഫിയുടെ ഭർത്താവുമായിരുന്നു. റബി അയാളുടെ പിതൃ സഹോദരപുത്രനുമായിരുന്നു. കിനാനയുടെ മക്കൾ ബനു നസീർ ഗോത്രത്തിന്റെ നേതാവ് ഹയ്യൂബിൻ അഖ്തബിന്റെ ഖജനാവുണ്ടായിരുന്നു. ഇതിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആഭരണങ്ങളും മറ്റുമാണ് ഉണ്ടായിരുന്നത്. ആഭരണങ്ങൾ അറേബ്യയിലെ ആളുകളെ വിവാഹത്തിനും മറ്റും അണിയാൻ വാടകയ്ക്ക് നൽകിയിരുന്നു. അവർ രണ്ടുപേരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു: നിങ്ങളുടെ ഖജനാവുകൾ എവിടെയാണ്? അവർ പറഞ്ഞു: ഞങ്ങൾ മദീനയിൽ നിന്ന് വന്നതിന് ശേഷം പതിയെ പതിയെ അത് മുഴുവനും ചെലവായി. ഒരു നിവേദനത്തിൽ പറയുന്നു, അവർ പറഞ്ഞു: അല്ലയോ അബുൽ ഖാസിം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ അതെല്ലാം യുദ്ധത്തിൽ ചെലവാക്കി, അതിലിപ്പോൾ ഒന്നും ബാക്കിയില്ല. ഞങ്ങൾ ആ സമ്പത്ത് ഈ ദിവസത്തേക്ക് വേണ്ടി മാത്രം സ്വരുക്കൂട്ടി വെച്ചതായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു: അത് മുഴുവനും ഇത്ര പെട്ടെന്ന് തീരാൻ മദീനയിൽ നിന്ന് പുറപ്പെട്ടു വന്ന കാലഘട്ടം വളരെ വിദൂരമൊന്നുമല്ലല്ലോ. അവർ രണ്ടുപേരും തങ്ങൾ പറഞ്ഞ കാര്യത്തിൽ തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് സത്യം ചെയ്യുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ആ ഖജനാവുകൾ നിങ്ങളിൽ നിന്ന് കണ്ടെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മേൽ അള്ളാഹുവിനും അവൻ റസൂലിനും ഒരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. അവർ പറഞ്ഞു: ശരി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തിൽ ഹസ്രത്ത് അബൂബക്കറിനെയും ഹസ്രത്ത് ഉമറിനെയും ഹസ്രത്ത് അലിയെയും ഹസ്രത്ത് സുബൈറിനെയും സാക്ഷികളാക്കുകയും ചെയ്തു. ആ സമയത്ത് യഹൂദികളുടെ ഒരാൾ എഴുന്നേറ്റ് കിനാനയുടെ അടുത്ത് പോയി പറഞ്ഞു: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുകൊടുക്കുക. അതല്ല, നിങ്ങൾക്ക് അതേപ്പറ്റി അറിയുമെങ്കിൽ അത് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അതല്ലെങ്കിൽ അള്ളാഹുവാണേ, ഇവർ അതിനുമേൽ ആധിപത്യം നേടുക തന്നെ ചെയ്യുന്നതാണ്. ഇബ്നു ഹക്കീഖ് അയാളെ ശകാരിക്കുകയുണ്ടായി. അപ്പോൾ അയാൾ ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നു. മറ്റൊരു ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നു, ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടുപേരോടും പറഞ്ഞു: നിങ്ങൾ എന്നിൽ നിന്നും വല്ലതും മറച്ചു വെക്കുകയും പിന്നീട് അതേപ്പറ്റി എനിക്ക് അറിയുകയുമാണെങ്കിൽ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ മക്കളുമെല്ലാം അനുവദനീയമായി ഗണിക്കപ്പെടുന്നതാണ്. ചരിത്രത്തിലെ ഒരു ഗ്രന്ഥത്തിൽ ഈ ഖജനാവുകളെ സംബന്ധിച്ച് അറിയിപ്പ് കിട്ടിയതിനെ പറ്റിയും നിവേദനമുണ്ട്. അതിന് ചുരുക്കം ഇപ്രകാരമാണ്: ഹദ്രത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളിൽ നിന്ന് ഒരാളെ വിളിക്കുകയും പിന്നെ ഇന്ന ഇന്ന മൈതാനങ്ങളിൽ പോവുക, എന്നിട്ട് ഈന്തപ്പനങ്ങളുടെ അടുത്തേക്ക് പോയി തുടർന്ന് അവയെ ഇടതുഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വലതുഭാഗത്ത് നിന്ന് ഉയരമുള്ളവയെ, അതായത് അവയുടെ കീഴിൽ എന്താണുള്ളതെന്ന് നോക്കുക എന്ന് പറയുകയുണ്ടായി. അതിലുള്ളത് മുഴുവനും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക. ഈ ഖജനാവിൻ്റെ വിലയിട്ടപ്പോൾ അത് 10,000 ദീനാർ ആയി നിശ്ചയിച്ചു.
വാഗ്ദാന ലംഘനം നടത്തിയത് കാരണം അവർ രണ്ടുപേരെയും വധിക്കുകയാണുണ്ടായത്. അവരുടെ കുടുംബക്കാരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇതാണ് ഒരു നിവേദനം. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഇത് എത്രത്തോളം ശരിയാണെന്ന കാര്യത്തിൽ അവസാനം വിശകലനം നടത്താം. മറ്റൊരു നിവേദനം പറയുന്നു, അയാളുടെ ഖജനാവിനെ പറ്റി ചോദിച്ചു. അയാൾ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മറ്റൊരാളെ കൊണ്ടുവന്നു. അയാളുടെ പേര് സാലബ എന്നായിരുന്നു. ചില നിവേദനങ്ങളിൽ സായ ബിൻ സലാം ബിൻ അബു ഹക്കീഖിനെ വിളിച്ചുകൊണ്ടുവന്നു എന്നും അയാളോട് ചോദിച്ചു എന്നും പറയപ്പെടുന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ കിനാന രാവിലെ ഈ തകർന്നറിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ തെരഞ്ഞെടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാലബയോടൊപ്പം ഹദ്റത്ത് സുബൈർ ബിൻ അവാമിനെയും ഏതാനും മുസ്ലിങ്ങളെയും കാണുകയുണ്ടായി. സാലബ പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് അവരുടെ ഖജനാവ് കിട്ടി. ഒരു നിവേദനത്തിൽ പറയുന്നു, അവിടെ നിന്ന് കുറച്ച് ഖജനാവ് കിട്ടിയെങ്കിലും മുഴുവനും കിട്ടിയില്ല. കിനാന അത് സംബന്ധിച്ച് പറയുന്നതിൽ നിന്ന് വിസമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈർ ബിൻ ആമിറിനോട് അയാളെ ശിക്ഷിക്കാൻ കൽപ്പിച്ചു. സുബൈർ ചക്മാക് എന്ന കല്ല് കൊണ്ടുവന്നു അയാളുടെ നെഞ്ചിലെറിഞ്ഞപ്പോൾ അതിൽ നിന്ന് അഗ്നിസ്ഫുലംഗമുണ്ടായി. അങ്ങനെ അയാൾ മരണാസന്നനായപ്പോൾ മറ്റ് ഖജനാവുകളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിനാനയെ വധിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ബിൻ മസ്ലമിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. കിനാന മുഹമ്മദ് ബിൻ മസ്ലമിയുടെ സഹോദരൻ മഹ്മൂദ് ബിൻ മസ്ലമിയെ ആട്ടുകല്ല് വീഴ്ത്തി ഷഹീദാക്കിയിരുന്നു. അത് കാരണം അയാളെ വധിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും അയാൾ കൊല്ലപ്പെട്ടെങ്കിലും ഈ സംഭവം വിവരിക്കപ്പെട്ടതുപോലെ അല്ല ഉള്ളത്. ഈ കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയ്ക്ക് എതിരാണ് താനും. ചില നിവേദനങ്ങളിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അവർ രണ്ട് സഹോദരന്മാരെയും വധിക്കുകയുണ്ടായി. മറ്റൊരു നിവേദനം അനുസരിച്ച് കിനാനയെ മുഹമ്മദ് ബിൻ മസ്ലമയാണ് വധിച്ചത്. അതേസമയം അയാളുടെ സഹോദരനെ ബിശ്ർ ബിൻ ബറായിന്റെ വീട്ടുകാരെ ആണ് ഏൽപ്പിച്ചത്. അയാളെയും ബിശ്ർ ബിൻ ബറായിന്റെ പ്രതികാരം എന്ന നിലയ്ക്കാണ് വധിക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സമ്പത്ത് അനുവദനീയമാണെന്ന് പ്രഖ്യാപിക്കുകയും അവരുടെ മക്കളെ ബന്ദികളാക്കുകയും ചെയ്തു. ഈ നിവേദനം ചരിത്ര പുസ്തകങ്ങളിലും നബിചരിത്രത്തിന്റെ പ്രാമാണ്യയോഗ്യമായ ഗ്രന്ഥങ്ങളിലും കാണപ്പെടുന്നു. താരിഖ് തിബരി, താരിഖുൽ ഖമീസ്, തബക്കാത്ത് ഇബ്നു സഅദ്, വാഖദിയുടെ കിതാബുൽ മആസി, സീറത്ത് ഇബ്നു ഹിഷാം, സീറത്ത് ഇബ്നു ഇസാഖ്, സീറത്ത് ഹൽബിയ, സർക്കാനി മുതലായവയിലും കിനാന ഈ കാരണം കൊണ്ട് തന്നെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഹദീസ് ഗ്രന്ഥമായ സുന്ന് അബി ദാവൂദിലും ഉണ്ട്. പക്ഷേ കിനാനയുടെ വധത്തിന് വ്യത്യസ്ത കാരണങ്ങളും നിവേദനങ്ങളും കാണപ്പെടുന്നുണ്ട്. അയാൾ കൊല്ലപ്പെട്ടത് ഖജനാവുകൾ കാണിച്ചു കൊടുത്തതുകൊണ്ടായിരുന്നില്ല എന്ന കാര്യം അവയിൽ നിന്ന് സ്പഷ്ടമാണ്. ഏതായാലും ഖൈബർ സംഭവങ്ങൾ പാശ്ചാത്യരായ എഴുത്തുകാരും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. പിന്നെ ആക്ഷേപകർ തങ്ങളുടെ സ്വഭാവമനുസരിച്ച് ഇസ്ലാമിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ വ്യക്തിത്വത്തിനുമെതിരെ ആക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൗസുബില്ല സമ്പത്തിനോട് അത്യാർത്തിയായിരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം വിധത്തിലാണ് അക്രമവും കാഠിന്യവും ചെയ്തതെന്നും പറയുന്നു. പക്ഷേ ആക്ഷേപകർ ഒരിക്കലും ബുദ്ധിയും ന്യായവും അല്പം പോലും ഉപയോഗപ്പെടുത്തിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എല്ലാവർക്കും മുന്നിൽ ഒരു തുറന്ന പുസ്തകം പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനെ കൽപ്പന നൽകിയിരുന്നു: ഓർക്കുക, ഒരു കുട്ടിയെയും കൊല്ലരുത്, ഒരു സ്ത്രീയെയും കൊല്ലരുത്. എത്രത്തോളം എന്നാൽ അനാവശ്യമായി മരങ്ങൾ പോലും മുറിച്ചു മാറ്റരുത്. ജന്തുക്കളെ പോലും നോവിക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ആ മഹാത്മാവ് എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് മേൽ അക്രമവും ക്രൂരതയും കാണിക്കുക? അതുപോലെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയും യുദ്ധം ചെയ്തു എന്ന് പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഖൈബർ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിളംബരം നടത്തിയിരുന്നു. യുദ്ധം മുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ അത്യാർത്തിയുള്ളവർ ആരും തന്നെ കൂടെ പോരേണ്ടതില്ല. ഇതിന്റെയൊക്കെ വിശദീകരണങ്ങളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത്തരം മാതൃകയും ചര്യയുമുള്ള ഒരു നബിയെപ്പറ്റി മറ്റേതെങ്കിലും രീതിയിലുള്ള നിവേദനങ്ങൾ മുന്നിൽ വരുമ്പോൾ പ്രസ്തുത നിവേദനങ്ങളെ നല്ലപോലെ പരിശോധിക്കണമെന്നും വിശകലനം ചെയ്യുന്നതുമാണ് നീതി ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് ഹദീസാണെങ്കിലും നിവേദനമാണെങ്കിലും അതിനെ പരമാവധി ആദരവോടെ നോക്കിക്കാണേണ്ടതാണ്. കഴിവിന്റെ പരമാവധി അതിലെ വിഷയങ്ങളെ പരിശോധന വിധേയമാക്കേണ്ടതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ വ്യക്തിത്വവും അന്തസ്സവും ഏറ്റവും മുകളിലാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നീതിയുടെയും ന്യായത്തിൻ്റെയും ആൾ രൂപവും റഹ്മത്തുല്ലിൽ ആലമീൻ മനുഷ്യകുലത്തിന് മുഴുവൻ അനുഗ്രഹവുമായിരുന്നു. ഇതിനെതിരിലുള്ള ഒരു നിവേദനവും ഒരിക്കലും സ്വീകാര്യയോഗ്യമല്ല. നൂറുകണക്കിനും ആയിരക്കണക്കിനും ഹദീസുകളും നിവേദനങ്ങളും പിന്നീട് വന്ന ആളുകൾ സ്വയം പഠിച്ചുണ്ടാക്കിയവയാണെന്ന് ചരിത്രകാരന്മാരും നബിചരിത്രകാരന്മാരും വിവരിക്കുന്നു. തെറ്റായ നിവേദനങ്ങൾ സമർപ്പിക്കുന്ന ഗൂഢപദ്ധതിയിൽ യഹൂദികളുടെ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതേ സംഭവം കിനാനിയെയും അയാളുടെ സഹോദരനെയും വധിച്ചത് സംബന്ധിച്ച് നമ്മുടെ റിസർച്ച് ടീമും വളരെ നല്ല വിശകലനം നടത്തിയിട്ടുണ്ട്. നിവേദനങ്ങളുടെ വെളിച്ചത്തിൽ അത് വിവരിക്കുകയും പാശ്ചാത്യ എഴുത്തുകാർ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ നല്ല മറുപടിയാണ് നൽകിയിട്ടുള്ളത്. അവർ പറയുന്നു, ഈ സംഭവത്തിൻ്റെ ഉള്ളിലെ സാക്ഷ്യങ്ങൾ ഇത് വിവരിക്കുന്നവർക്ക് എല്ലായിടങ്ങളിലും ഭീമാബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് വ്യക്തമാക്കി തരുന്നു. അവർ വ്യത്യസ്ത കാര്യങ്ങളെ ഇടകലർത്തുകയാണെന്ന് വിസ്മരിച്ചു പോകുന്നു. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ പോലും ഒരു ചെറിയ കാര്യത്തെ വളരെ വലുതാക്കി അതിശയോക്തി കലർത്തി പറഞ്ഞുകൊണ്ട് തെറ്റായ രീതിയിൽ വിവരിക്കാൻ ശ്രമിക്കുകയാണ്. ഉദാഹരണമായി യഹൂദികളുമായി കരാറുണ്ടാക്കിയിരുന്നു. എല്ലാ രീതിയിലുള്ള നിബന്ധനകളും തീരുമാനിച്ചതിന് ശേഷം സന്ധിപത്രം എഴുതുമ്പോൾ ഏതെങ്കിലും ഖജാവിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത് പ്രത്യക്ഷത്തിൽ കൗതുകകരമായി തോന്നുന്നു. കാരണം കരാറിന്റെ അടിസ്ഥാനത്തിൽ യഹൂദികൾക്ക് ഖൈബറിന്റെ മണ്ണിലല്ലാതെ മറ്റൊരു കാര്യത്തിലും ഇടപെടുന്നതിനോ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശമോ ഇല്ലാതായിത്തീരുന്നു. ഇനി നിവേദനങ്ങളിൽ പറയുന്നത് പോലെ ആ ഖജനാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് പോയത്? ഖൈബറിലെ യുദ്ധമുതലുകൾ വിതരണം ചെയ്തത് സംബന്ധിച്ച് മുഴുവൻ വിവരണങ്ങളും ചരിത്ര പുസ്തകങ്ങളിലും തിരുനബി ചരിത്രങ്ങളിലും കാണപ്പെടുന്നുണ്ട്. നെയ്യും കൊഴുപ്പും പഴങ്ങളും വസ്ത്രങ്ങളും വളർത്തുമൃഗങ്ങളുടെ സാധനങ്ങളും അമ്പും വില്ലുകളും പരിചകളും എല്ലാം കാണപ്പെടുന്നു. പക്ഷേ ഒരിടത്തും തന്നെ ഇത്രമാത്രം സ്വർണവും വെള്ളിയും വൈഡൂര്യങ്ങളും ആഭരണങ്ങളും കിട്ടിയെന്ന് പറയുന്നില്ല. മറിച്ച് അതിനെതിരിൽ എഴുതപ്പെടുന്നത് യുദ്ധമുതലിൽ ഒരു തരത്തിലുള്ള സ്വർണവും വെള്ളിയും ഇല്ലായിരുന്നു എന്നാണ്. ഇത് ബുഖാരിയുടെ നിവേദനമാണ്. ഖജനാവിന്റെ അന്വേഷണത്തിൽ പറയപ്പെടുന്ന വിവരണം ഈ നിവേദനങ്ങളെ തികച്ചും എതിർക്കുകയാണ് ചെയ്യുന്നത്. ഒരു നിവേദനത്തിൽ കിനാനയോടും മറ്റൊന്നിൽ കിനാനയോടും അയാളുടെ സഹോദരനോടും അതുപോലെ വേറൊന്നിൽ ഒരു യഹൂദിയോടും മറ്റൊരു നിവേദനം അനുസരിച്ച് അവരുടെ പിതൃവിനായ ഹുയീനോടും ഖജനാവിനെ പറ്റി ചോദിക്കുകയുണ്ടായി എന്നെല്ലാമാണ് കാണുന്നത്. പിന്നെ ഈ എല്ലാ അന്വേഷണത്തിന് ശേഷം എല്ലാവർക്കും ശിക്ഷ നൽകേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെടുമായിരുന്നു. പക്ഷേ നിവേദനമനുസരിച്ച് രണ്ടു പേർക്ക്, അതായത് കിനാനയ്ക്കും അയാളുടെ സഹോദരന് മാത്രമാണ് ശിക്ഷ നൽകിയത്. ചില നിവേദനങ്ങൾ അനുസരിച്ച് കിനാനയ്ക്ക് മാത്രമാണ് ശിക്ഷ നൽകിയത്. ബുഖാരിയിലും എഴുതുന്നു, ഹദ്രത്ത് ഉമർ തന്റെ ഖിലാഫത്ത് കാലത്ത് ഖൈബറിൽ നിന്ന് യഹൂദികളെ നാടുകടത്താൻ ഉദ്ദേശിച്ചപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ അബുൽ ഹഖീഖിന്റെ മകൻ വന്നു. ബുഖാരിയുടെ വ്യാഖ്യാതമായി ഇബ്നു ഹജർ എഴുതുന്നു, കിനാനയുടെ സഹോദരൻ ഹദ്രത്ത് ഉമറിന്റെ കാലം വരെയും ജീവിച്ചിരുന്നു. നാടുകടത്തുന്ന സമയം വരെയും ഖൈബറിൽ താമസിക്കാരനും ആയിരുന്നു. അതുകൊണ്ട് അയാളുടെ സഹോദരനെ വധിച്ചു എന്ന ഈ പ്രസ്താവന തെറ്റാകുന്നു. ചില നബിരത്തുകാരന്മാർ ബുഖാരിയുടെ ഈ നിവേദനമനുസരിച്ച് കിനാനയ്ക്ക് മാത്രമാണ് ശിക്ഷ നൽകപ്പെട്ടത് എന്ന് സ്ഥാപിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ എല്ലാ കാര്യങ്ങളും വിവരിക്കപ്പെടുന്നതിൽ വൈരുദ്ധ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം എല്ലാ നിവേദനങ്ങളും, അതായത് ഏതെങ്കിലും ഖജനാവ് കിട്ടുന്നതിന് വേണ്ടി ശാരീരികമായ ശിക്ഷ നൽകി എന്ന് പറയുന്നത് തികച്ചും സംശയാസ്പദമായ കാര്യമാണ്. വാസ്തവത്തിൽ ഈ നിവേദനം തന്നെ ശരിയല്ല. സുപ്രസിദ്ധ നബി ചരിത്രകാരനായ അല്ലാമ ഷിബ്ലി നൂമാനി എഴുതുന്നു, ഖബറിന്റെ സംഭവങ്ങളിൽ നബി ചരിത്രകാരന്മാർ ഒരു തെറ്റായ നിവേദനം പകർത്തിയിട്ടുണ്ട്. അത് ഭൂരിഭാഗം ഗ്രന്ഥങ്ങളിലും പകർത്തി എഴുതുകയും ചെയ്തു. അത് സ്ഥായിയായി പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് അംഗീകൃതമാവുകയും നിവേദനങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികൾക്ക് അവർ ഒരു കാര്യവും സാധനങ്ങളും മറച്ചുവെക്കുകയില്ല എന്ന നിബന്ധനയിൽ സമാധാന സംരക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കിനാന ബിൻ റബി ഖജനാവ് എവിടെയാണെന്ന് പറയുന്നതിൽ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈറിനോട് അയാളെ സമ്മർദ്ദത്തിലാക്കി ഖജനാവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിനെ പറയുകയുണ്ടായത്രേ. അയാൾക്ക് ശിക്ഷ നൽകാൻ വേണ്ടി സുബൈർ ചക്മാക്ക് എന്ന കല്ലെടുത്ത് അയാളുടെ നെഞ്ചിൽ വടുണ്ടാക്കുകയും അങ്ങനെ അയാളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടവരികയും ചെയ്തു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിനാനയെ കൊല്ലിക്കുകയും എല്ലാ യഹൂദികളെയും അടിമകളാക്കുകയും ചെയ്തു അത്രേ. ഈ നിവേദനത്തിൽ കിനാനയെ കൊന്നു എന്ന് പറയുന്നത് മാത്രം ശരിയാണ്. എന്നാൽ അതിന്റെ കാരണം ഖജനാവ് എവിടെയാണെന്ന് പറയുന്നതിൽ വിസമ്മതിച്ചതായിരുന്നില്ല. മറിച്ച് കിനാന
മഹ്മൂദ് ബിൻ മസ്ലമയെ വധിച്ചിട്ടുണ്ടായിരുന്നു. തിബിരിയിൽ വ്യക്തത വരുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കിനാനയെ ഹദ്രത്ത് മുഹമ്മദ് ബിൻ മസ്ലമയുടെ കൈകളിൽ ഏൽപ്പിച്ചു. അദ്ദേഹം തന്റെ സഹോദരൻ മഹ്മൂദ് ബിൻ മസ്ലമയെ വധിച്ചതിന് പ്രതികാരമായി അയാളെ കൊല്ലുകയുണ്ടായി. മറ്റ് നിവേദനങ്ങളുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ ഇബ്രിയും ഇബ്നു ഹിഷാമും ഇബ്നു ഇസാഖിൽ നിന്നാണ് ഈ നിവേദനം എടുത്തിട്ടുള്ളത്. എന്നാൽ ഇബ്നു ഇസാഖ് തുടക്കത്തിലുള്ള നിവേദകന്റെ പേര് പറയുന്നില്ല. ഹദീസ് പടുക്കൽ ഇബ്നു ഇസാഖ് യഹൂദികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നിവേദനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് നിവേദകരെ സംബന്ധിച്ച ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഈ നിവേദനവും അത്തരത്തിലുള്ള ഒരു നിവേദനമാണെന്ന് കരുതപ്പെടേണ്ടിയിരിക്കുന്നു. യഹൂദികൾ ഒരിക്കലും ശരിയായ കാര്യം പറഞ്ഞിരുന്നില്ല. ഈ കാരണം കൊണ്ട് തന്നെ ഇബ്നു ഇസാഖ് ഈ നിവേദകന്മാരുടെ പേര് കൊടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഖജനാവ് എവിടെയാണെന്ന് പറയുന്നില്ല എന്ന കാരണത്താൽ ഇത്രമാത്രം അയാളോട് കഠിനമായി വർത്തിച്ചുവെന്നും അയാളുടെ നെഞ്ചിൽ ചക്കുമാക്ക് എന്ന കല്ലുകൊണ്ട് തീ വരുത്തി എന്നും പറയുന്നത് റഹ്മത്തുല്ലാലിമീന്റെ പ്രതാപത്തിന് എത്രയോ അകലെയാണ്. വിഷം കൊടുത്ത വ്യക്തിക്ക് മേൽ യാതൊരു ആരോപണവും ഉന്നയിക്കാതെ ശിക്ഷ കൊടുക്കാതെ വെറുതെ വിട്ട മഹാത്മാവ് ഏതാനും നാണയത്തൊട്ടിനു വേണ്ടി തീ കൊണ്ട് ശിക്ഷിക്കാൻ കൽപ്പിക്കുമോ? യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള വാഗ്ദാന ലംഘനവും നടത്തിയില്ലെന്നും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറയില്ലെന്നുമുള്ള നിബന്ധനയിലാണ് കിനാനയ്ക്ക് അഭയം നൽകിയത്. മറിച്ച് നിവേദനങ്ങളിൽ പറയുന്നു, അയാൾ ഈ പറഞ്ഞ നിബന്ധനയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ താൻ വധാർഹനാണെന്ന് അംഗീകരിച്ചിട്ടുമുണ്ടായിരുന്നു. കിനാന ഉടമ്പടി ലംഘിച്ചു. അതോടെ അയാൾക്ക് നൽകപ്പെട്ട സംരക്ഷണം അവിടെ ഇല്ലാതാവുകയും ചെയ്തു. അയാൾ മഹ്മൂദ് ബിൻ മസ്ലമയെ വധിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ അതിന്റെ പ്രതികാരത്തിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ആദ്യം ഒരുപക്ഷെ അയാൾക്ക് മാപ്പ് നൽകപ്പെടുമായിരുന്നു. പക്ഷേ മറ്റൊരു കരാർ ലംഘനം കൂടിയായപ്പോൾ അത് കാരണം അയാൾക്ക് ശിക്ഷ ലഭിക്കാനുണ്ടായത്. ഇക്കാലഘട്ടത്തിലെ അഹമ്മദി ഗ്രന്ഥകാരനായ സയ്യിദ് ബർക്കാത്ത് അഹമ്മദ് സാഹിബ് തന്റെ ഗ്രന്ഥമായ തിരുനബിയും ഹിജാസിലെ യഹൂദികളും എന്ന പുസ്തകത്തിൽ എഴുതുന്നു, ഇബ്നു ഇസാഖ് യാതൊരു പ്രമാണവുമില്ലാതെ ഒരു സംഭവം വിവരിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല. ഒന്ന്, ശിക്ഷ, അതും തീ കൊണ്ടുള്ള ശിക്ഷ ഇസ്ലാമിക അധ്യാപനങ്ങൾക്കെതിരാകുന്നു. രണ്ട്, ഖൈബറിൽ നിന്ന് യുദ്ധമുദ്രകൾ കിട്ടിയതിൽ എവിടെയും ഖജനാവ് വിതരണം ചെയ്യപ്പെട്ടതായി പരാമർശം പോലുമില്ല. മാത്രമല്ല ഈ ഖജനാവുകൾ ബൈത്തുൽ മാലിൽ ചേർത്തതായും ഒരു നിവേദനവുമില്ല. ഇബ്നു ഇസാഖ് മാത്രമല്ല, മറിച്ച് മറ്റ് പുരാതന സ്രോതസ്സുകളിലും ഖൈബറിലെ യുദ്ധമുതലിൽ പണമോ സ്വർണമോ വെള്ളിയോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് വിലപിടിച്ച സാധനങ്ങളെ കുറിച്ചോ പരാമർശമില്ല. എല്ലാ നിവേദനങ്ങളിലും വസ്ത്രങ്ങളും ആയുധങ്ങളും സംബന്ധിച്ച് പറയുന്നുണ്ട്. ഹദ്രത്ത് അബൂ ഹുറൈറ ഖൈബർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഖൈബർ ജയിച്ചടക്കി, എന്നാൽ ഞങ്ങൾക്ക് യുദ്ധമുതലിൽ സ്വർണവും വെള്ളിയും കിട്ടിയില്ല. ചുരുക്കത്തിൽ കിനാന ബിൻ റബി കൊല്ലപ്പെട്ടു. എന്നാൽ അയാൾ കൊല്ലപ്പെട്ടതിന്റെ കാരണം മുസ്ലിം സൈനികനെ കൊന്നതായിരുന്നു. അതിനുള്ള പകരമെന്ന നിലയ്ക്കാണ് അയാൾ കൊല്ലപ്പെട്ടത്. ഇതാണ് യാഥാർത്ഥ്യം. ഈ സംഭവങ്ങൾ ഇനിയും തുടരുന്നതാണ്. ഇനി ഈ സംഭവങ്ങളിൽ ഒരു യഹൂദി സ്ത്രീയെ സംബന്ധിച്ച പരാമർശവുമുണ്ട്. ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിഷം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഗൂഢാലോചന നടത്തിയിരുന്നു. പക്ഷേ അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. അതിന്റെ വിശദീകരണം കുറെ നീണ്ടതാണ്, ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. ഈ സമയത്ത് ഞാൻ ഒരു മർഹൂമിനെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ജനാസ ഗായിബും നമസ്കരിക്കുന്നതാണ്. മാസ്റ്റർ മൻസൂർ അഹമ്മദ് കഹൽവാൻ ഇബ്നു ഷരീഫ് അഹമ്മദ് കഹൽവാൻ സാഹിബ്. ഇദ്ദേഹം ആസ്ട്രേലിയയിലായിരുന്നു. കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹദ്രത്ത് മസീമോദ് അലി ഇസ്ലാമിന്റെ സഹാബിയായ ഹദ്രത്ത് സർദാർ ഖാൻ സാഹിബ് ഓഫ് ചഹൂറിന്റെ പൗത്രനാണ്. വിദ്യാഭ്യാസം റബുയിൽ നിന്നാണ് കരസ്ഥമാക്കിയത്. ചെറുപ്പം മുതൽ തന്നെ ദീനീ സേവനത്തിന് അവസരം ലഭിച്ചുകൊണ്ടിരുന്നു. സിന്ധിലെ ബഷീറാബാദ് താലിമുൽ ഇസ്ലാം ഹൈസ്കൂളിലാണ് ഔദ്യോഗികമായി ജോലി ആരംഭിച്ചത്. ഏകദേശം 34 വർഷം അധ്യാപന രംഗത്തുണ്ടായിരുന്നു. ബഷീറാബാദിലും സേവനങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഖുദ്ദാമുൽ അഹമ്മദിയ കായിദും പിന്നെ ജമാഅത്ത് സദറുമായിരുന്നു. ജൂബിലി ഫണ്ടിലും സേവനത്തിന് അവസരം ലഭിച്ചു. ഹൈദരാബാദ് ജമാഅത്ത് ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് 18 വർഷം സേവനം ചെയ്തു. പിന്നെ 13 വർഷം ഹൈദരാബാദ് ജില്ലാ ലോക്കൽ അമീറായും സേവനം ചെയ്തിട്ടുണ്ട്. തന്റെ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം നേരെ മസ്ജിദിലെത്തി അവിടെ എല്ലാ കർത്തവ്യങ്ങളും നിർവഹിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം വീട്ടിൽ പോയിരുന്നു. ചില സമയത്ത് കൂടുതൽ സമയവും നൽകാറുണ്ടായിരുന്നു.
ഖിലാഫത്തുമായി അനിതര സാധാരണമായ അടുപ്പമുണ്ടായിരുന്നു. ഓരോ ആഹ്വാനത്തിൽ ലബ്ബൈക്ക് പറയുന്ന ആളും സാധു സംരക്ഷകനും അതിഥി സൽക്കാര പ്രിയനും സഹാനുഭൂതിയുള്ള ആളുമായിരുന്നു. ബന്ധുക്കളെ തന്റെ വീട്ടിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശിഷ്യന്മാരിൽ ഒരുപാട് മുറബിമാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമുണ്ട്. അവർ രാജ്യത്ത് മുഴുവനും പരന്നു കിടക്കുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ ഒരു മകളും 5 ആൺമക്കളുമുണ്ട്. UK അമീർ സാഹിബിന്റെ ഓഫീസിൽ ജീവനക്കാരനായ മുബഷിർ അഹമ്മദ് ഗോന്തൽ സാഹിബ് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവാണ്. അദ്ദേഹത്തിന്റെ മകൻ ഉസാമ പറയുന്നു, എനിക്ക് ബുദ്ധിവെച്ച നാൾ മുതൽ പിതാവ് പള്ളിയുമായും ജമാഅത്തുമായും വളരെ ബന്ധമുള്ള ആളായി ഞാൻ കണ്ടിട്ടുണ്ട്. അപൂർവമായി മാത്രമേ പള്ളിയിൽ പോകാതിരുന്നിട്ടുള്ളൂ. ഓഫീസിൽ കൃത്യമായി ഉണ്ടാകുമായിരുന്നു. എന്തെങ്കിലും വളരെ നിർബന്ധിത കാരണത്താലല്ലാതെ ഒരിക്കലും ഓഫീസിൽ പോകുന്നു മുടക്കിയിരുന്നില്ല. ജമാഅത്തിലെ ആളുകൾക്ക് അദ്ദേഹം ഓഫീസിലോ പള്ളിയിലോ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് വരുന്ന അതിഥികളെ വളരെയേറെ ബഹുമാനിക്കുകയും സേവിക്കുകയും ചെയ്തിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് താമസം മാറ്റി കുറച്ച് സമയത്തിനകം അവിടെ കേസുകളും ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും സാഹചര്യമനുസരിച്ച് ആണ് മാറി താമസിച്ചത്. ഇവിടെ വന്നതിന് ശേഷവും ജമാഅത്തി സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ സാമ്പത്തിക ത്യാഗത്തിലും ആസ്ട്രേലിയയിലും പാകിസ്ഥാനിലും ഉള്ളപ്പോഴും ഭാഗവാക്കായിരുന്നു. ആസ്ട്രേലിയയിലും തന്റെ സുഹൃത്ത് വലയം വളരെ വലുതാക്കുന്നതിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ്ട്രേലിയയിൽ ലോക്കൽ ജമാഅത്തിൽ താലിമുൽ ഖുർആൻ സെക്രട്ടറി ആയിരുന്നു. തർബിയത്ത് സെക്രട്ടറിയായും സേവനം ചെയ്തിട്ടുണ്ട്. വളരെ വിനയാന്യതനായ വ്യക്തിയും സേവനം ചെയ്യുന്നതിൽ വളരെ ആത്മാർത്ഥതയുള്ള ആളുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പൊറമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ നന്മകൾ തുടരാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم ودعوه يستجب لكم ولذكر الله أكبر.